ഹായ് വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മുടെ സിസ്റ്റത്തിൽ ഡിറ്റക്റ്റ് ആവാത്തതോ അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ആയിട്ടും ഓപ്പൺ ചെയ്യാനോ ഫോർമാറ്റ് ചെയ്യാനോ കഴിയാത്ത പെൻഡ്രൈവുകളും മെമ്മറി കാർഡുകളും എങ്ങനെ നമുക്ക് ഈസിയായി ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഫിക്സ് ചെയ്യേണ്ട പെൻഡ്രൈവ് കണക്ട് ചെയ്യുക. അതിനുശേഷം ഡിവൈസ് ആൻഡ് ഡ്രൈവർ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മുടെ പെൻഡ്രൈവ് കാണിക്കുന്നില്ല. മറ്റു ചിലപ്പോൾ നമ്മുടെ റിമൂവബിൾ ഡിവൈസ് കാണിച്ചാൽ തന്നെ നമ്മളത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡിസ്ക് ഫുൾ എന്നോ എങ്കിലത് ഫോർമാറ്റ് ചെയ്യാമെന്ന് കരുതി ഫോർമാറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതും സാധിക്കാതെ വരുന്ന അവസ്ഥയായിരിക്കും. ഈ കേസിൽ ഡിവൈസ് ആൻഡ് ഡ്രൈവർ ലിസ്റ്റിൽ ഡിവൈസ് കാണിക്കാത്തതിനാൽ ആദ്യമായി നമ്മുടെ ഡിവൈസ് ഡിറ്റക്റ്റ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിനായി സെർച്ച് ബോക്സിൽ ഡിവൈസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഡിവൈസ് മാനേജർ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ഡിസ്ക് ഡ്രൈവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡിവൈസ് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഡിവൈസ് ആൻഡ് ഡ്രൈവർ ലിസ്റ്റിൽ നമ്മുടെ പെൻഡ്രൈവ് ഇല്ല. ഇനി ഇവിടെ നമ്മുടെ ഡിവൈസ് ഒന്ന് സെലക്ട് ചെയ്ത ശേഷം സ്കാൻ ഫോർ ഹാർഡ്വെയർ ചേഞ്ച് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹാർഡ്വെയർ ലിസ്റ്റ് റീഫ്രഷ് ആവുന്നതാണ്. നമ്മുടെ റിമൂവബിൾ മീഡിയ വർക്കിംഗ് ആണ്, കാരണം ഇവിടെ പ്രത്യേകിച്ച് എററുകളൊന്നും തന്നെ ഡിറ്റക്റ്റ് ആയിട്ടില്ല. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. സെർച്ച് ബോക്സിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഡിസ്ക് മാനേജ്മെൻറ്റ് വിൻഡോ തുറക്കുക. ഇവിടെ നമ്മുടെ ഡിവൈസ് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫോർമാറ്റ് ചെയ്ത് നോക്കാം. ഇതിനായി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഫോർമാറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന മെസ്സേജ് ബോക്സിൽ യെസ് ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന രണ്ട് മെസ്സേജ് ബോക്സുകളിലും ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മുടെ പെൻഡ്രൈവ് ഫോർമാറ്റ് ആവുന്നതാണ്. ഫോർമാറ്റിംഗ് പ്രോസസ്സ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിവൈസ് ലിസ്റ്റിൽ നമ്മുടെ ഡിവൈസ് ലിസ്റ്റ് ആയിട്ടുണ്ട് എന്ന് നോക്കാം. നമ്മുടെ ഡിവൈസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ചില കേസുകളിൽ ഫോർമാറ്റ് ഓപ്ഷനിലൂടെ ഡിവൈസ് ലിസ്റ്റ് ആവുന്നതാണ്. പക്ഷെ നമ്മുടെ ഡിവൈസ് ഇവിടെ ലിസ്റ്റ് ആയിട്ടില്ല. പേടിക്കേണ്ട, നമുക്ക് ഫൈനൽ സ്റ്റെപ്പിലൂടെ ഇത് ഫിക്സ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡിവൈസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് വോളിയം സെലക്ട് ചെയ്യുക. ഇപ്പോൾ വരുന്ന വാർണിംഗ് മെസ്സേജിൽ യെസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ റിമൂവബിൾ ഡിസ്ക് അൺഅലോക്കേറ്റ് ആവുന്നതാണ്. ഇനി വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സിമ്പിൾ വോളിയം സെലക്ട് ചെയ്ത് വോളിയം വിസാർഡ് ഓപ്പൺ ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ബോക്സിൽ മാക്സിമം ഡിസ്ക് സ്പേസ് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന സ്ക്രീനിൽ നമുക്ക് ഇഷ്ടമുള്ള ലെറ്റർ അസൈൻ ചെയ്ത് വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡിസ്ക് ഫോർമാറ്റ് വിൻഡോയിൽ എത്തുന്നതാണ്. ഇവിടെയും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഫിനിഷ് ക്ലിക്ക് ചെയ്ത് വിൻഡോ ക്ലോസ് ചെയ്യുക. ഫോർമാറ്റിംഗ് പ്രോസസ്സ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഡ്രൈവർ ആൻഡ് ഡിവൈസ് ലിസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പെൻഡ്രൈവ് ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് നമ്മുടെ റിമൂവബിൾ ഡിവൈസുകൾ, അത് പെൻഡ്രൈവോ മെമ്മറി കാർഡോ ഏതുമായിക്കോട്ടെ, ഫിക്സ് ചെയ്യാനാവും. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.